നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അവരൊരു ബലഹീനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്രസിംഗ് ഓഫ് ദ മെജോറിറ്റി അല്ലെങ്കിൽ സപ്രസിംഗ് ഓഫ് ദ മെജോറിറ്റി അല്ലെങ്കിൽ പ്ലീസിംഗ് ഓഫ് ദ മെജോറിറ്റി. ഈ രണ്ടു കാര്യത്തിലാണ് അവർ ഈ ഒരു രാജ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ഒരു വേൾഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മെജോറിറ്റി ആൾക്കാർ ഒന്നെങ്കിൽ സപ്രസ് ചെയ്ത് വെക്കും, പേടിപ്പിച്ചും നട്ടില്ലാതെ. അതായത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ഈ പറയുന്ന സിനിമാ നടന്മാരെയും പൊളിറ്റീഷ്യൻസ്മാരെയും ഈ പറയുന്ന ബിസിനസ് ആൾക്കാരെ എല്ലാവരും ആ ഒരു നട്ടിലില്ലാത്ത രീതിയിൽ പ്രതികരിക്കാതെ കുറെ ഡോളേഴ്സ് മാത്രം കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ലൈഫിൽ എൻജോയബിൾ ആയിട്ട് വിടും. ഓക്കെ, അതോടൊപ്പം താഴെ കിടക്കുന്ന ഈ പറയുന്ന വിഡ്ഢികൾ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന വിഡ്ഢികളും ഈ പറയുന്നത് പുഴുക്കളാണ്. ഓക്കെ, അത് ജസ്റ്റ് പുഴുക്കള്. അപ്പോൾ അവരെ സംബന്ധിച്ച കാര്യമേ ഇവിടെയില്ല. അതായത് ഈ പറയുന്ന ഗവൺമെന്റ്, ഈ പറയുന്ന സിനിമാടന്മാരോ ബിസിനസ് ആൾക്കാരോ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ വെറും ഒരു വേംസ് ഓഫ് സെറ്റ്. അപ്പൊ അവരുടെ കുഞ്ഞുങ്ങളും അത് തന്നെ. അപ്പൊ അത് തന്നെയാണ് ഈ ബയോളജിക്കൽ വാർ ഇത്രയും ഇതായതും. അതോടൊപ്പം തന്നെ ആരും ചോദിക്കാൻ പറയുന്നില്ല. കാരണം കരയുന്ന കുഞ്ഞിനെ പാടില്ലുള്ളൂ. ഇവിടെ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തരമാണ് നടക്കുന്നത്. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാടുള്ളൂ. അപ്പൊ കരയാത്തോണ്ട് ആ വിഡ്ഢികൾ അങ്ങനെ നടക്കുന്നു. അപ്പോ സപ്രസിംഗ് ഓഫ് ദ മെജോറിറ്റി ഓഫ് പ്ലീസിംഗ് ഓഫ് മെജോറിറ്റി. അപ്പൊ ഈ പണം ഇങ്ങനെ പോകുമ്പോൾ പ്ലീസിംഗ് ഓഫ് ദ മെജോറിറ്റിയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലീസിംഗ് ഓഫ് മെജോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റിയാണുള്ള ഈ പുഴുക്കൾ എല്ലാവരും ആ ഒരു കടബാധ്യതയിൽപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, കാർ എടുത്താണെങ്കിലും ലോൺ എടുത്താണെങ്കിലും EMI എന്നുള്ള രീതിയിൽ കിടക്കുന്ന ആൾക്കാരാണ് ഈ ആൾക്കാർ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാഷിനൊരു വലിയൊരു കൊളാപ്സ് ഉണ്ടായി അവർ രണ്ടാമതൊരു സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ പറയുന്ന ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ വഴി പൈസ അടക്കുന്നത് 10 വർഷം പോലും ആയിട്ടില്ല. ഓക്കെ, അത് ഓർക്കണം. ഞാനെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് 2018 അപ്പോ അത്ര എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് ഷിഫ്റ്റ് ആവാൻ തലച്ചോറ് ഉപയോഗിക്കണം. ഓക്കെ, ജസ്റ്റ് വിഡ്ഢിയായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കില്ലെന്ന് തോന്നും. പക്ഷെ കുറച്ചെങ്കിലും വിവേകമുള്ളവരോട് ഞാൻ പറയുന്നത് 5% ആൾക്കാരോട് മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ബാക്കി കിട്ടാത്ത ആൾക്കാർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങളെല്ലാം ആ ഒരു കിടക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലീസിംഗ് ഓഫ് ദ മെജോറിറ്റി ആണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന ഇത്രയും ലോണിൽ കിടക്കുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊളാപ്സ് ആകുമ്പോൾ അവർ പറയും ലോണൊന്നും നടക്കേണ്ട, പണം ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും പ്ലീസ്ഡ് ആവും. അതായത് ഈ 95% ആൾക്കാരും പ്ലീസ്ഡ് ആവും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് ഫാർമേഴ്സിനെല്ലാം അവർ ഇല്ലാതായി കഴിഞ്ഞു. യൂറോപ്പിലെല്ലാം വന്നിട്ട് അവർ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഈ പറയുന്ന പാർലമെന്റ് എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്ത് കത്തിച്ചും തീയിട്ടെല്ലാം നടന്നു. ഓക്കെ, കാരണം ഇംഗ്ലീഷുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബുദ്ധിയുള്ള ആൾക്കാരാണ്, അവർ പ്രതികരിക്കാൻ നട്ടുള്ള ആൾക്കാരാണ്. ഈ പറയുന്ന പുഴുക്കളെ പോലെയല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഭക്ഷണം അവർ കൺക്യൂർ ചെയ്തു, വെള്ളം അവർ കൺക്യൂർ ചെയ്തു, വെച്ചിട്ട് നമ്മുടെ മാനോ അപമാനോ ഈ പറയുന്ന പ്രകൃതി എല്ലാം അവർ നശിപ്പിച്ചു, പണവും ഇല്ലാതായി കഴിഞ്ഞു. എല്ലാം ഈക്വലായി. ഈ പറയുന്ന സിനിമ നടന്മാർ ഈ കോടികളും ഉള്ള ആൾക്കാരെല്ലാം ഇതിൽ വന്ന് കിടക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വൺ മാൻ ഗവൺമെന്റ് ആ ഒരു വേൾഡ് എക്കണോമിക് ഫോറത്തിനെ മുമ്പിൽ നിർത്തി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ഒരു ഇലൂമിനാറ്റി സൊസൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ കുറച്ച് അപ്പൂമാരാണ്, എല്ലുപിടി കേസുകളാണ്, കുറച്ച് വിഡ്ഢികളായ ആൾക്കാർ, ഈ പറയുന്ന ഭൂമി നശിപ്പിക്കണമെന്നുള്ള ആ ഒരു ചിന്തയുള്ള വിഡ്ഢികൾ. അപ്പൊ ആ വിഡ്ഢികൾ കൺക്യൂർ ചെയ്യും. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലാൻ, 2030 അജണ്ട എന്നൊക്കെ പറയാം. അപ്പൊ ഈ 2030 അജണ്ടയുടെ ഏറ്റവും വലിയ സസ്പെൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതിലാണെങ്കിൽ മനസ്സിലാവില്ല, കുറച്ചെങ്കിലും തലയിലുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബ്രെയിൻ. അപ്പോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തു, ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള പദ്ധതികളും എൻ്റെ കയ്യിലുണ്ട്, ശക്തിയും ഉണ്ട്. അപ്പോ ഇതെല്ലാം ശുഭമായി ഞാൻ നിർത്തുന്നതാണ്.